ഹലോ, ഇപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെ കല്യാണം കഴിഞ്ഞ് അവർ ഇന്ത്യവരം കുടുംബത്തിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാവരും അംഗീകരിച്ചില്ലെങ്കിൽ പോലും നന്ദയെ സ്വീകരിച്ച് നമ്മുടെ പവിത്രയും കൂടാതെ നമ്മുടെ അരുന്ധതിയുടെ മകളും പിന്നെ നമ്മുടെ ലക്ഷ്മിയമ്മ എല്ലാവരും ഉണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും നന്ദയ്ക്ക് എതിരാണ്. കാരണം നന്ദയെ ഒരിക്കലും അംഗീകരിക്കാതെ എപ്പോഴും നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവരിൽ നിന്നെല്ലാം നന്ദയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ലക്ഷ്മിയും കൂടെ ഉണ്ട്. അങ്ങനെ നന്ദയും ഗൗതമിനെ കുറിച്ച് ഒരുപാട് കുറ്റം പറഞ്ഞ് അരുന്ധതിയും മഹേശ്വരനും എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കുമാണ് ഗൗതം ഇത് കടന്നു വരുന്നത്. കാരണം ഇത് നിന്റെ മോനെ എന്തൊക്കെ പ്രതീക്ഷകൾ കൊടുത്താണ് വളർത്തിയത്, പക്ഷേ അവനെ പിങ്കിയെ പോലെ ഒരു മരുമകളെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ അവൻ കൊണ്ടുവന്നത് ഒരു പെണ്ണിനെ എവിടെ നിന്നോ വിളിച്ചുകൊണ്ട് വന്ന ഒരു പെണ്ണിനെയും കൊണ്ട് കയറ്റിക്കൊണ്ട് വന്നിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗൗതം കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഗൗതം പറയുവാണ്, ഇപ്പോൾ എല്ലാവരും എന്താ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? കാരണം എൻ്റെ വലിയച്ഛൻ പഠിപ്പിച്ചത് അനാഥർക്ക് അല്ലെങ്കിൽ ഒരു വഴിമുട്ടി നിൽക്കുന്ന ഒരാളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കുക, അവരെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ എൻ്റെ വലിയച്ഛൻ പഠിപ്പിച്ച ആ ഒരു പാതയിലോട്ട് മാത്രമേ ഞാനും തുടർന്നിട്ടുള്ളൂ. ഇപ്പോൾ ആത്മഹത്യാ വക്കിൽ നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്ത് അവളെ തിരിച്ച് അവളുടെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിനയചന്ദ്രൻ സാറ് മരിച്ചത്. അതുകൊണ്ട് തന്നെ വിനയചന്ദ്രൻ സാറിന്റെ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ നന്ദയെ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗൗതം സംസാരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഗൗതമിനെ പിന്നെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് മഹേശ്വരൻ പറയുവാണ്, ഇപ്പോൾ നിനക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിനക്ക് ഞങ്ങളെ വിളിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസയും കൊടുത്ത് ആരെങ്കിലും കൊണ്ട് ഞങ്ങൾ ആ കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചേനെ, അല്ലാതെ നീ ഇങ്ങനെ കാണിച്ചിട്ടാണോ വരേണ്ടത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗൗതമിനെ കുറ്റപ്പെടുത്തുവാണ്. അങ്ങനെ അവർക്കിടയിലുള്ള തർക്കങ്ങൾ വഴക്കുകളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ലക്ഷ്മി കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഗൗതം പറയുവാണ്, എനിക്ക് എന്തായാലും നിങ്ങളെ എല്ലാവരും അനുഗ്രഹം വേണം എന്ന് പറഞ്ഞിട്ട് അരുന്ധതിയുടെ അനുഗ്രഹം വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അരുന്ധതി അനുഗ്രഹം കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഇളയച്ചൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്നുണ്ട്. പക്ഷെ അവരാരും അനുഗ്രഹം കൊടുക്കാനായിട്ട് തയ്യാറാവാതെ ഗൗതമിനെ സ്വീകരിക്കാൻ പറ്റാതെ ഗൗതമിൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ലക്ഷ്മി പറയുവാണ്, ഗൗതം എൻ്റെ അനുഗ്രഹം എപ്പോഴും അനുഗ്രഹിച്ചില്ലെങ്കിൽ പോലും എൻ്റെ ആശീർവാദം അനുഗ്രഹം എല്ലാം എപ്പോഴും മോൻ്റെ കൂടെ ഉണ്ടാവും. കാരണം എനിക്ക് നന്ദയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നിഷ്കളങ്കമായ ഒരു സ്വഭാവമാണ് അവളുടേത്. ഒരിക്കലും അവളെ ഈ എതിർക്കുന്ന എല്ലാവരും ഒരു ദിവസം അവളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം വരെ നീ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക. മാത്രമല്ല ഇപ്പം ഇവിടെ ആര് നിന്നെ എതിർത്താൽ പോലും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ അങ്ങനെ ഒരു ഗതി എൻ്റെ നന്ദമോക്ക് വരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ മരുമോൾക്ക് അങ്ങനെ ഒരു ഗതി വരാനായിട്ട് ഞാൻ കൂട്ട് നിൽക്കത്തില്ല. അവളെ എപ്പോഴും എല്ലാവരിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദയും ഗൗതമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളും തർക്കങ്ങളും ഇതെല്ലാം കേട്ടിട്ട് അരുന്ധതിക്ക് ഭയങ്കര ദേഷ്യം വന്ന് അരുന്ധതി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പവിത്രയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഗൗതമിൻ്റെയും നന്ദയ്ക്കും കൂടിയുള്ള ഒരു ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് അവരുടെ റൂം ഒരുക്കുവാണ്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് നന്ദയ്ക്ക് ഭയങ്കര അത്ഭുതേ, നന്ദ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ സമയത്താണ് പിങ്കി കയറി വരുന്നത്. പിങ്കി ഇതെല്ലാം കണ്ടിട്ട് പിങ്കിക്ക് ഭയങ്കര ദേഷ്യമായി. കാരണം ഞാൻ സ്വന്തമാക്കേണ്ട ഗൗതമിനെ സ്വന്തമാക്കിയതും പോരാ, എന്നിട്ട് പിന്നെയും ആ ഒരു ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് ഗൗതം വരുന്നുണ്ട്. അങ്ങനെ ഗൗതം പറയുവാണ്, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ഈ ആർഭാടമൊക്കെ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ചോദിക്കുന്നുണ്ടെങ്കിലും പവിത്ര പറയുവാണ്, അത് നിങ്ങളെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. ഉടനെ ഇതെല്ലാം കണ്ടിട്ട് പിങ്കി പറയുവാണ്, ഇപ്പോൾ ഗൗതമിന് നന്ദയ്ക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആർഭാടവും അല്ലെങ്കിൽ ഈ ഒരുക്കമൊക്കെ എന്തിനാണ്, അതൊക്കെ ഒഴിവാക്കി കൂടെ, അവർക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കിക്കൂടെ എന്ന് പിങ്കി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. പിങ്കി എങ്ങനെയെങ്കിലും എരിവ് കയറ്റണം, കാരണം പിങ്കിയാണ് ഇവിടുത്തെ ശത്രു എന്ന് പവിത്ര അന്ന് പറഞ്ഞ കാര്യം നന്ദ ഓർക്കുവാണ്. കാരണം ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമേ കാണിക്കുന്ന ആളാണ് പിങ്കി. അതുകൊണ്ട് തന്നെ പിങ്കിയാണ് നിന്റെ ശത്രു എന്നൊക്കെ അന്ന് പവിത്ര പറഞ്ഞത് നന്ദ ഓർക്കുവാണ്. അതുകൊണ്ട് തന്നെ നന്ദ പറയുവാണ്, ഇതൊന്നും ഒരുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ പിങ്കിയെ എരിവ് കയറ്റാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടുവാണ്.
എന്നിട്ട് അവസാനം അവരെല്ലാവരും പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ പവിത്രയൊക്കെ കൂടിയിട്ട് ഒരു പാൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പാല് കുടിച്ചിട്ട് പകുതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പിങ്കി ദേഷ്യപ്പെട്ട് എന്തെങ്കിലും നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നന്ദ പറയുവാണ്, പിങ്കി പോകാൻ വരട്ടെ, ഒരു കാര്യം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ പാല് കുടിക്കുന്നത് ഗൗതം ഈ പാല് കുടിച്ചിട്ട് പകുതി എനിക്കും കൂടി താ എന്ന് പറഞ്ഞ് പിങ്കി കൊടുക്കുന്നു. പിങ്കിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഗൗതം ആദ്യം പറഞ്ഞു അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിരസിച്ചെന്തെങ്കിലും നമ്മുടെ നന്ദ പറയുവാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ലക്ഷ്മി അമ്മയെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴത്തേക്ക് ഗൗതം അത് തയ്യാറായി ആ പാലൊക്കെ കുടിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പിങ്കി ഭയങ്കര ദേഷ്യമായി. അങ്ങനെ പിങ്കി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പോയി കിടന്ന് റൂമിൽ പോയി കിടന്ന് കരയുവാണ്. കാരണം ഇത് ഞാൻ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച ഗൗതം ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ദേഷ്യത്തിൽ കാണിക്കുവാണ്. കാരണം അവക്ക് അർജുൻ എന്ത് പറ്റി അല്ലെങ്കിൽ അർജുൻ്റെ അങ്ങനെയൊന്നും പിങ്കിക്ക് അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നന്ദയും ഗൗതമും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല. പിന്നെ വീണ്ടും എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്വന്തമാക്കണം, ഗൗതം ആരെയും സ്വന്തമാക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്നുള്ള ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ് പിങ്കി ആ സമയത്ത് കാണിക്കുന്നത്. കാരണം തൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ തൻ്റെ സന്തോഷം എപ്പോഴും നിലനിൽക്കണം, മറ്റുള്ളവർ സന്തോഷിക്കാതിരിക്കുക, അതൊന്നും എനിക്ക് ഏൽക്കുന്ന വിഷയമല്ല അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ പിങ്കി ആ സമയത്തൊക്കെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ അങ്ങനെ ചെറിയ ചെറിയ ടോമാഞ്ചറി പോലത്തെ ചെറിയ കുശുമ്പ് കാണിക്കത്തില്ലേ, അങ്ങനത്തെ ചെറിയ കുട്ടിത്തമുള്ള സ്വഭാവങ്ങളൊക്കെ നന്ദ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ സംസാരങ്ങളും ഒക്കെ നമ്മുടെ ഗൗതമും നമ്മുടെ നന്ദയും കൂടി തമ്മിൽ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ അരുന്ധതിയും എല്ലാവരും അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് പിങ്കി എല്ലാവരെയും ഭയങ്കരമായിട്ട് എല്ലാവരെയും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ ഇട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അരുന്ധതിയും പരമേശ്വരനും എല്ലാവരും കൂടി നന്ദയെ കളിയാക്കുവാണ്. കാരണം കണ്ടോ, പുതിയ മരുമകൾ വന്നിട്ട് ഒന്നും കണ്ടില്ല, കണ്ടോ ഞാൻ കൊണ്ടുവന്ന മരുമകൾ ചായയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് കൊണ്ടുവന്നത് കണ്ടോ, ഞാൻ ഇതുവരെയായിട്ട് ഈ ചായ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദയെ ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉള്ള സംസാരങ്ങളും പിങ്കിയെ പുകഴ്ത്തുന്ന സംസാരങ്ങളും ഒക്കെ അവർക്കിടയിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് ലക്ഷ്മിക്ക് ദേഷ്യം വന്നിട്ട് ലക്ഷ്മി പറയുവാണ്, ലക്ഷ്മി നമ്മുടെ നന്ദയെ സപ്പോർട്ട് ചെയ്തിട്ട് പിങ്കിയുടെ സ്വഭാവം എനിക്ക് അല്ലെങ്കിലും അറിയാം, അതുകൊണ്ട് നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിങ്കിയെ പുകഴ്ത്താനുള്ള സ്വഭാവങ്ങളൊന്നും നിങ്ങൾ ആരും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പിങ്കി ചായ ഇട്ടത് കൊള്ളാമെന്നുണ്ടെങ്കിൽ അവളെ പുകഴ്ത്തിക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷേ ഒരിക്കലും നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുതിയൊരു ഇത്രയും നാള് മറ്റുള്ളവരെ മുന്നിൽ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനായിട്ട് മടിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഒരു ലക്ഷ്മി ആയിരുന്നു നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി പുതിയൊരു ലക്ഷ്മി, കാരണം തൻ്റെ മകനും മരുമകൾക്കും വേണ്ടിയിട്ട് ഒരു അറ്റം വരെ അല്ലെങ്കിൽ ഏതൊരാളെയും എതിർത്ത് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു ധൈര്യശാലിയായ ലക്ഷ്മിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ പിങ്കിയും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മി അവിടെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം പിങ്കിക്ക് സപ്പോർട്ടായിട്ട് അരുന്ധതിയൊക്കെ സംസാരിച്ചെങ്കിലും നമ്മുടെ ലക്ഷ്മി പറയുവാണ്, ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെയാണ് എല്ലാവരും പെരുമാറിയത്. അപ്പോൾ അവർക്ക് ആർക്കും എന്നെ കരയിപ്പിക്കുക മാത്രമേ എല്ലാവരും ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എൻ്റെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം ആരും നോക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ മരുമകൾക്ക് അങ്ങനെ വരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ധൈര്യശാലിയായ ഒരു ലക്ഷ്മിയാണ് അവിടെ കാണുന്നത്. ഇതിൻ്റെ മുന്നോടിയായിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും അയൽപ്പക്കക്കാരെയും പിന്നെ നമ്മൾ സ്വന്തക്കാരെയൊക്കെ കുറച്ച് പേരെ വിളിച്ചിട്ട് ഒരു ചായ സൽക്കാരം പോലെ കൊടുക്കാം, കാരണം പുതിയ മരുമകൾ വന്ന കാര്യം അറിയണ്ടേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് അരുന്ധതി വേണ്ട, ഇവിടെ ഇനി ഒരു ഫംഗ്ഷനും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇനി ഒന്നിനും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അരുന്ധതി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ലക്ഷ്മിയെ കുറ്റം പറയുക അല്ലെങ്കിൽ നന്ദയെ കുറ്റം പറയുക ഇതൊക്കെ കാണുമ്പോഴത്തേക്കല്ലേ നമ്മളെ പിങ്കിക്ക് സന്തോഷം വരുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്? കാരണം ഇത്രയും നാൾ കണ്ട ലക്ഷ്മിയല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാരണം സ്വന്തം മകനും മരുമകൾക്കും വേണ്ടിയിട്ട് ആരെയും എതിർക്കാൻ ധൈര്യശാലിയായ ലക്ഷ്മിയായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അരുന്ധതി സമ്മതിക്കത്തില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അരുന്ധതിയെ മറികടന്ന് ലക്ഷ്മി മറ്റുള്ളവർക്ക് സൽക്കാരം കൊടുത്ത് പുതിയ മരുമകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിൽ തുനിഞ്ഞിറങ്ങുമോ? നന്ദയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ ആരുമില്ല, പക്ഷേ ലക്ഷ്മിയുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് പിങ്കി നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അവസരങ്ങൾ, അതായത് നന്ദയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെയായിരിക്കും ചെയ്തു കൂട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കടുംകൈകളായിരിക്കും ചെയ്തു കൂട്ടാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.